സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കാതിരുന്ന കുട്ടികളെ പാകിസ്ഥാനിൽ അയക്കണമെന്ന പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് തൃശൂർ മാള രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിലെ ചെയർമാൻ ഡോക്ടർ രാജു ഡേവിസ്. ആരെയും അധിക്ഷേപിക്കാൻ വേണ്ടിയല്ല അത്തരമൊരു പരാമർശം നടത്തിയത്. എല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് പോകണമെന്ന് എന്നും ആഗ്രഹിക്കുന്നു. തന്റെ വാക്കുകൾ ആർക്കെങ്കിലും ദുഃഖമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായി രാജു ഡേവിസ് പറഞ്ഞു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കാത്തതിന് സ്കൂളിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ അയച്ച സന്ദേശത്തിലായിരുന്നു വിവാദ പരാമർശം. വിവാദമായിട്ടും പരാമർശത്തിൽ നിന്ന് പിന്മാറാൻ രാജു ഡേവിസ് ആദ്യം തയ്യാറായിരുന്നില്ല. താൻ പോകാൻ പറഞ്ഞത് സുഡാനിലേക്കോ ബംഗ്ലാദേശിലേക്കോ അറബ് രാജ്യങ്ങളിലേക്കോ അല്ല, മറിച്ച് പാകിസ്ഥാൻ എന്നാണ് പറഞ്ഞത്. ഇന്ത്യയുടെ എക്കാലത്തെയും ശത്രു രാജ്യമാണ് പാകിസ്ഥാൻ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ പങ്കെടുക്കാത്തവർ പോകേണ്ട രാജ്യം പാകിസ്ഥാൻ തന്നെയാണെന്നുമായിരുന്നു വിശദീകരണം. ഇതും വിവാദമായതോടെയാണ് ഖേദപ്രകടനം. ഞാൻ രാജു ഡേവിസ്, ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിന്റെ ചെയർമാൻ. സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തിയ ഒരു പരാമർശം ചിലരെ വേദനിപ്പിച്ചതായി മനസ്സിലാക്കുന്നു. ആരെയും മനഃപൂർവ്വം വേദനിപ്പിക്കണമെന്ന് ചിന്തയിൽ നടത്തിയ പരാമർശമല്ല. എല്ലാ മതവിഭാഗങ്ങളോടും കൂടെ ഒത്തൊരുമിച്ച് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് നിങ്ങൾ പലരും അറിയാം. കുറെ കുട്ടികൾ പരിപാടിക്ക് എത്താത്തതിനെ തുടർന്ന് രക്ഷിതാക്കളുടെ ഗ്രൂപ്പിൽ അയച്ച ഒരു സന്ദേശത്തിലെ ചില വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ലാത്തായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. യാതൊരുവിധ ദുശ്ചിന്തയും അതിന് പിന്നിലുണ്ടായില്ല എന്ന് ഞാൻ വ്യക്തമാക്കുകയാണ്. ചില വിഭാഗങ്ങളെ വേദനിപ്പിച്ചതായി ഇതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു. അതിലെനിക്ക് ദുഃഖമുണ്ട്. ഇത് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഞാൻ ഖേദിക്കുന്നു. അങ്ങനെയുള്ള പരാമർശം ഞാൻ പിൻവലിക്കുന്നു. ഇനിയും നാടിന്റെ ഒത്തൊരുമയ്ക്കായി എല്ലാ വിഭാഗങ്ങളുമായി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുന്നു.